അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നിപ്പം റമദാൻ 21 കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം എല്ലാവർക്കും റമദാനൊക്കെ ഉഷാറായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നു. അവസാന 10ലേക്ക് കിടന്നു അല്ലേ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റമദാൻ ഷോപ്പിങ്ങിൻ്റെ, അതായത് പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഷോപ്പിംഗ് ഞങ്ങൾ നടത്തിയിട്ട് ഏകദേശം ഒരു റമദാൻ 15 അന്നൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ഇപ്പോൾ എടുക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും ഷോപ്പിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം. നമ്മൾ എന്തൊക്കെയാണ് ഡ്രസ്സ് എടുത്ത് ഒന്നൊക്കെ എടുത്തതെന്ന് കണ്ടുനോക്കി കേട്ടോ. നമുക്ക് ഈ തുറക്കൽ ടു കച്ചേരിപ്പടി ഈ ഒരു സെക്ഷന് വരെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു തുറക്കൽ ബൈപ്പാസ് എന്നതാണ് നമ്മൾ ഫസ്റ്റ് ഗ്ലാഡ് ജൂനിയർ, അത് പുതിയ ഷോപ്പാട്ടോ. അവിടെ എത്തിയപ്പം ഇഷുവിൻ്റെയും ജൂജുവിൻ്റെയും സൈസൊന്നും അവിടെ ഇല്ല, കുറച്ചുകൂടി 12 വയസ്സ് മുതൽ സ്റ്റാർട്ടിങ് ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ എന്താക്കി ഈ ഒരു ബൈപ്പാസ് തന്നെ അല്ല വാമിയിൽ പോയി, വാമിയിൽ നമ്മൾ ഒരുപാട് തവണ പോകുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ കണ്ട്, പിന്നെ അമ്മച്ചിയും അവനൊക്കെ അവിടെ നിന്ന് അടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പോയി വെക്കാൻ നേരിട്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ എന്തായാലും ചൂസ് ചെയ്യൽ വാമിയാണ്. വാമിന്ന് കിട്ടിയില്ലെങ്കിൽ സീ ബ്രൈഡെന്ന് കിമായ അങ്ങനെ പോയിട്ട് ആണ് സെലക്ഷൻ നടത്തൽ. അവിടെ എത്തിയപ്പോൾ പഠിച്ചോനെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ എന്താ എടുക്കേണ്ടതാണ് ആകെ കൺഫ്യൂഷൻ. എപ്പോൾ എടുത്തൊന്നും എടുത്ത് പോരില്ല എന്നൊക്കെ തോന്നി കേട്ടോ. പക്ഷേ നമുക്ക് വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ പിന്നെ കൂടുതൽ തിരയാനും പിടിക്കാനും നിന്നില്ല. നമ്മൾ ഈ ഒരു സെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ചുരിദാർ ഇതുപോലെ എടുത്തിട്ടുണ്ടെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കാരണം നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്തെ വീഡിയോ എടുത്തരാൻ ഒരാൾ തന്നെ നിൽക്കേണ്ടി വരും. കാരണം എന്താ പറയുക, അത്രയും തിരക്കായതുകൊണ്ട് നമ്മളുടെ സംഭവമാണ് എടുക്കേണ്ടത്, വീഡിയോ ആണ് എടുക്കേണ്ടത് എന്നുള്ള ആകെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ജോജോനൊക്കെ ഡ്രസ്സ് ഇഷ്യൂനൊക്കെ നോക്കാൻ കരുതിയിട്ട് സാപ്പിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെലക്ഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കിഡ്സിനൊക്കെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അപ്പം ഇഷ്യൂവിന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. അപ്പം ഇത് നല്ല ലുക്കുള്ള സംഭവമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇഷ്യൂവിന് എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഭയങ്കര ചൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി. ഇപ്പോൾ വരുന്ന ഷർട്ടുകളൊക്കെ ഏകദേശം ഇങ്ങനത്തെ ഒരു മെറ്റീരിയലൊക്കെ ആയിട്ടാണ്. ഇതൊരു തരം കോഡ് സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു വെയർ ചെയ്തിട്ട്. പക്ഷെ അവനക്ക് എന്തോ ചൂടെടുക്കുന്നുണ്ട്, ഭയങ്കര ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ ഷോപ്പിലൊന്ന് പോയി നോക്കാൻ കരുതി. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിരുന്നു, നല്ല ലുക്ക് ഉണ്ടായിരുന്നു എടുത്തപ്പം. പിന്നെ നമ്മളിതാ ലൂക്കയിൽ പോയിട്ട് ഡ്രസ്സ് വേഗം ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്കൊക്കെയാണ്. അപ്പം ഈ ഒരു കോഡ് സെറ്റിലൊന്നും നോക്കാൻ കരുതി. ഷൂന് അങ്ങനത്തെ കോഡ് സെറ്റ് ഇല്ല, ജൂജുവിനൊന്നുണ്ട്. പക്ഷേ പിന്നെ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഓന് പിന്നെ ഇഷ്ടമായിട്ട് എടുത്ത് നോക്കിയത്. അപ്പം ഈ ഒരു ഗ്രീനും ഈ ഒരു വൈറ്റും. അപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങൊക്കെയാണ് എന്ന് പറഞ്ഞ് അപ്പം അത് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. അപ്പം പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ ജൂജുവിനും എടുത്തു. ജൂജുവിനും അതേ സെയിം കളറിൽ തന്നെ നോക്കിയിട്ടോ. പക്ഷേ വൈറ്റ് പാൻറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ടിക്ക് ഓനെ എല്ലായിടത്തും കിടന്നു നോട്ടുള്ളൂ. അപ്പം ബ്ലാക്ക് പാൻറ്റും ഈ ഒരു ടീഷർട്ടും ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം ജൂജുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് ഡ്രസ്സ് ഇട്ടപ്പം ഓൻ ആരോടും ചോദിക്കില്ല, ഓൻ സ്വന്തം പോയി മിററിൽ പോയിട്ടൊക്കെ ചെക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇഷുവിനെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജൂജുവിന് ഭയങ്കര ഒന്നുകൂടി സെലക്റ്റീവ് ആണെന്ന് കേട്ടോ. അവനക്ക് കുറച്ച് ഡ്രസ്സും കോസ്റ്റ്യൂമിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ. പുതിയ ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെയാണ്. കണ്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ചെറിയ ഷോപ്പാണെങ്കിലും ഭയങ്കര തിരക്കും കാര്യങ്ങളും, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രെൻഡിങ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബില്ലിങ്ങിന് വേണ്ടി സംഭവം കൊടുത്ത് പിന്നെ ഓന് അയച്ചിട്ട ഡ്രസ്സുകളൊക്കെ ഒറ്റ ഡ്രസ്സ് തന്നെ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാധനങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം പെട്ടെന്ന് തന്നെ, അതായത് 1 മണിക്കൂർ കൊണ്ട് ഞാൻ എനിക്കും മക്കൾക്കും ഒക്കെ എടുക്കൽ കഴിച്ചിട്ടോ. കാരണം 1:30 ഉച്ചയ്ക്ക് 1:30 നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ 2:45 ആയപ്പോഴത്തേനൊക്കെ നമ്മൾ വീണ്ടും വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 1:40 ആയപ്പോൾ നമ്മുടെ ഈ ഒരു ബൈപ്പാസിൽ ഇങ്ങനെ ഇരുന്ന ടിക്കൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഓരായിട്ട് സംസാരിച്ചിരിക്കണം. നോമ്പൊക്കെ എടുത്ത് ആകെ ക്ഷീണിച്ച് എന്ത് എന്റെ ഡ്രസ് ഇഷ്ടായോ? സുഖണ്ടോ? ജുജുന്റെ ഡ്രസ് ഇഷ്ടായോ? നല്ല രസമുണ്ടോ? പറ്റിക്കണോ? എന്റെ വെള്ള ഷൂസൊക്കെ സെറ്റില്ലേ? അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം എന്തായാലും വീട്ടിലെത്തിയിട്ട് കുറച്ച് 2 കവർ, ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ. ഇക്കൊക്കെ പിന്നെ എടുത്ത് വെച്ച് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പോയിട്ട് ആണുങ്ങൾ വേറെ പോയിട്ടുള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ പെരുന്നാൾ ഷോപ്പിംഗ് വ്ലോഗ്.
അപ്പോൾ എന്തായാലും ഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ അപ്പം ഇഷുവിനെ കണ്ടില്ലേ, അവൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാണ് കേട്ടോ. അവനെ നോമ്പെടുത്തും ചെയ്ത് പിന്നെ ഇപ്പം ഷോപ്പിങ്ങിന് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പെട്ടെന്ന് എടുക്കലൊക്കെ കഴിഞ്ഞാണ്, പക്ഷേ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് റിഹേഴ്സലൊക്കെ നടത്തി ആകെ ക്ഷീണിച്ച്. അപ്പം ഏകദേശം ഇപ്പോൾ സമയം 2:45 ആവാറായിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 1:30 ആയിന്. പിന്നെ എന്താ പറയുക, ഏകദേശം 1.5 മണിക്കൂറില്ല, 1.25 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ ഷോപ്പിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്താക്കി ഫുൾ ഷോപ്പിംഗ് എത്തി. എന്തിനാന്നാണ് വിളിക്കുന്നത്? പറയ് എന്ത് കിൻഡർ ചായ വാങ്ങി തരാൻ പറ്റില്ല. ഇമ്മ എന്തോല കുട്ടിക്ക് തിന്നാൻ പാടില്ല. കുട്ടികൾക്ക് കിൻഡർ ജോയ് കൊടുക്കരുത്. പിന്നെ അതാ നമ്മൾ ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാ കാറ്റ്ലസ് പറഞ്ഞ പുതിയൊരു ഷോപ്പാണ്, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇതെവിടെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സീനത്തില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പം ബഡ്ജറ്റിൽ നിന്നൊക്കെ കുറച്ച് പോയിട്ട്, അപ്പം അതായത് മലപ്പുറം റോഡിൽ. ഇത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു റോസ് കളർ ഞാൻ സെലക്ട് ചെയ്തിരുന്നു, പക്ഷേ അത് സൈസ് ഒരു ലൂസ് പോലെ. പിന്നെ അതാ ഈ ഒരു സെക്ഷൻസ് ഫ്ലാറ്റിലും ഹീൽസിലും ഷൂസ് ടൈപ്പിലും ഒക്കെ നല്ല അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല വർക്കുള്ള നല്ല ഡിസൈനിങ് ഒക്കെ ഉള്ള. എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടുത്തെ ഹാൻഡ് ബാഗിൻ്റെ കളക്ഷൻസ് ആട്ടോ ഇഷ്ടപ്പെട്ട. ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ബോളിവുഡ് ലുക്കുള്ള കുറച്ച് അധികം നല്ല കളക്ഷൻസുള്ള ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ചീപ്പല്ല എന്നാലും വലിയ കൊല്ലുന്ന റേറ്റ് ഒന്നുമില്ല കേട്ടോ. എല്ലാത്തിനായാലും ചെരുപ്പിനായാലും ബാഗ്സിനൊക്കെ ആയാലും നല്ല ഒരു അഫോർഡബിൾ റേറ്റ് ആയിട്ടൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇഷുവിന് 2 ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, രണ്ടും ക്രോക്സിൻ്റെ ടൈപ്പിൽ തന്നെയാണ്. ജൂജുവിനെ പിന്നെ കണ്ടപ്പോൾ എനിക്ക് ആവശ്യമില്ല, എന്നാലും ഒന്ന് കണ്ടപ്പോൾ ഒരു വൈറ്റിൽ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് സംഭവം നോക്കാം. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഞ്ചേരിയിൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഷോപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് പുതിയ ഷോപ്പല്ലേ, അപ്പം എന്നും കയറുന്ന ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് കയറി വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഡീറ്റെയിലൊരു നമ്മളെന്താ പർച്ചേസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് ഇത് ഇഷുവിന് വീട്ടിൽ നിന്ന്, അതായത് കളിക്കാനൊക്കെ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ചെരുപ്പ് എടുത്ത്. പിന്നെ ഇത് ജൂജുവിൻ്റെ ഒരു വൈറ്റാണ്. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവൻ്റെ കാലും നല്ല ഫിറ്റായിട്ടോ. അപ്പം അങ്ങനെ എടുത്തതാട്ടോ. അപ്പം പിന്നെ ഇതാണ് ഇഷുവിന് ഇൻഷാല്ല പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്രോക്സ് എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതൊക്കെ തന്നെയാണ് കളക്ഷൻസിൽ. ഇതിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നമ്മൾ ഒരു അഫോർഡബിൾ റേറ്റിലൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാഗ് എടുത്തിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. പിന്നെന്താ, അപ്പം നല്ലൊരു ഗ്ലിറ്ററിങ് ടൈപ്പിലാണ്. എനിക്കിതൊന്ന് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഒന്നൊരു രസമുണ്ട് കേട്ടോ ഈ ബാഗ് കാണാൻ. റേറ്റും അത്രയൊന്നുമില്ല, 300 299 ആണ്. അപ്പം ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് SM സ്ട്രീറ്റ് പോയാലും 250 കിട്ടും, പക്ഷേ നമുക്ക് പോകുന്ന ചിലവും അതൊക്കെ ആലോചിക്കുമ്പം ഇതൊക്കെ തന്നെയാണ് ലാഭമായിട്ട് തോന്നുന്നത്. അപ്പം എന്തായാലും ഈ ഷോപ്പിൽ പോകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നോക്കുക. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഷോപ്പിങ്ങിൻ്റെ സെക്ഷനൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റേത്, ഇത് ജൂജുവിൻ്റെത്, ഇഷുവിൻ്റെത് ആൻഡ് ഇറ്റ്സ് അവർ ചെപ്പ. അപ്പം എന്തായാലും നമുക്ക് എന്താക്കാം, ഇത് ഓരോന്ന് എടുത്തിട്ട് കാണട്ടോ. ആക്ച്വലി ഇത് ഞങ്ങൾ 3 ആൾക്കുള്ളൂ കേട്ടോ, ഇക്കേണ്ടത് ഇതിൽ പെട്ടിട്ടില്ല. അപ്പം എന്തായാലും നമുക്കത് കാണാം. അപ്പം നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് കാറ്റ്ലസിന് ഫുട്വെയർസ്, ലൂക്കിന് കിഡ്സിൻ്റെ സെക്ഷൻസ് ആൻഡ് വാമിന്ന് എൻ്റെ ചുരിദാറും കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് ആരുടെ തുടങ്ങാം? കാറ്റ്ലസ് നിർത്ത സംഭവങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇതുപോലെ ഒരു ഹാൻഡ് ബാഗ് ആട്ടോ, ഗ്ലിറ്ററിങ് ബാഗാണ്. നല്ല എന്താ പറയുക, അടിപൊളി യൂസ്, ക്യൂട്ട്. ദെൻ നെക്സ്റ്റ് ജൂജുവിനുള്ള ചപ്പൽ. ഇത് ആക്ച്വലി ഇപ്പോൾ വന്ന ശേഷം എന്നും രാവിലെയും വൈകുന്നേരം റിഹേഴ്സലാട്ടോ. അപ്പോൾ ചളി ആയിട്ടുണ്ട്. സാധാ ഒരു വൈറ്റ് ചെരുപ്പ് എടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇഷൂക്ക് അവന് 2 ചെരുപ്പ് എടുത്തിരുന്നു, ഒന്ന് ഇപ്പോൾ യൂസ് ചെയ്തു. അടുത്തത് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ, ഈ ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ്. അപ്പം ഇതാണ് നമ്മൾ ഇവിടുന്ന് കാറ്റ്ലസിന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കിഡ്സിന്റെ സെക്ഷനിൽ ലോക്കിയിൽ നമ്മൾ എടുത്തിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളെ ജൂജുവിന്റെ ആണ് കേട്ടോ. ഇതാണ് ജൂജുവിന് എടുത്തിട്ടുള്ള ടീഷർട്ട്. അപ്പം
ഇത് നമ്മളെ ജൂജുവിന്റെ ഡ്രസ്സാണ്. ഇത് ബാഗി പാന്റും ബ്ലാക്ക് ആണ്. ആക്ച്വലി ഇതിക്ക് വൈറ്റ് ആയിരുന്നു കേട്ടോ കോമ്പോ, പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവ് ജൂജുവിനെ വെച്ചായതുകൊണ്ട് പെട്ടെന്ന് ശരിയാവുമല്ലോ. പിന്നെ ഇത് എന്താ 5 സ്ലീവ് ആയിട്ടോ, ഇതങ്ങനെ ഇറങ്ങി ഷോൾഡർ ഇറങ്ങിയിരിക്കുന്ന സംഭവമില്ലേ, അതിലെ ടീഷർട്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല മെറ്റീരിയൽ ഒക്കെയാണ്. അപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ലൂക്കയിൽ നമുക്ക് കിഡ്സിൽ വെറൈറ്റീസ് നല്ല ഫീൽ ചെയ്തു. നെക്സ്റ്റ് ഇഷ്മോൻ്റെ ആണ്. അതും ബാഗിയിൽ വൈറ്റ് പാൻ്റാണ്. നല്ല ഇവിടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ സംഭവങ്ങളാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈസ്ലീൻ്റെ ഒരു ഗ്രീൻ ടീഷർട്ട്. ആക്ച്വലി ജൂജൂനും ഈ ഒരു കളർ ടീഷർട്ട് ആയിട്ടാണ് നോക്കി, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ലൈറ്റാക്കി ബാക്കിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടില്ല ഒരു സംഭവം. അപ്പം ഇതാണ് ഇൻഷാല്ല ഇഷ്മോൻ്റെ. നമ്മളെ ജൂജുവിൻ്റെ ഡ്രസ് സൂപ്പർ ഡ്രസ്സില്ലേ. അടുത്തത് മാമി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ എന്തായാലും കണ്ടോക്കല്ലേ. അപ്പം 2 ചുരിദാർ എടുക്കണം കേട്ടോ മാമിന്ന്. നമ്മള് ഈ ഒരു ഡ്രസ്സും ഈ ഒരു ചുരിദാറും വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കാണാം. ഭയങ്കര സോഫ്റ്റ് ആൻഡ് എന്താ തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. കാണുന്ന പോലെ ഒന്നുകൂടെ നല്ല ഗ്ലേസിങ് ഉണ്ട്. അപ്പം നല്ലൊരു അടിപൊളി മെറ്റീരിയൽ. 3000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. 2 ചുരിദാറും XL സൈസ് വരുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2300 സംതിങ് ആണ്. അപ്പോൾ നമ്മളെ പെരുന്നാൾ ഷോപ്പിംഗ് മാഷാഅല്ലാ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാഅല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ഉണ്ടായിരുന്നു. ടാറ്റാ ബൈ.